ഹായ് ഡിയേഴ്സ്. എനിക്കറിയാം എക്സാം ഒക്കെ അടുത്തെത്തി കഴിഞ്ഞു. എല്ലാവരും കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാലം നമ്മൾ മറിച്ച് നോക്കാത്ത ടെക്സ്റ്റും നോക്കാത്ത ഡ്രോയിങ്സും ഒക്കെ ഇപ്പൊ കണ്ടിന്യൂസ്ലി വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചു പേരൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരുമെന്നുള്ളത്. ആക്ച്വലി ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ ഒരു എക്സാമിന്റെ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റിനും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ സിലബസിന്റെ ഉള്ളിലുള്ള, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിലുള്ള ഏത് ക്വസ്റ്റിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ കറന്റ്ലി നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽ എക്സാമിനായിരിക്കും. അത് തന്നെയാണ് വേണ്ടത്. പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ തിയറി എക്സാം കൂടുതൽ നോക്കി തുടങ്ങേണ്ടത്. പിന്നെ പ്രാക്ടിക്കലിലാണ് നമുക്ക് കൂടുതൽ വരയ്ക്കാനും അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഓർത്ത് വെക്കാനും ഒക്കെ ഉള്ളത് പ്രാക്ടിക്കലിലാണ്. തിയറി കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത് പ്രാക്ടിക്കലിനേക്കാളും സിമ്പിൾ ആയിരിക്കും. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഈ ടെക്സ്റ്റ് മൊത്തം കംപ്ലീറ്റ് ആയി പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ചോദിക്കോ. അതായത് ഞാൻ ആദ്യം തന്നെ പറയാം, എത്ര നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്താലും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ മൈൻഡ് സെറ്റിനെയാണ്. അയാൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഓക്കെ ഇതുവരെ ചോദിക്കാത്ത ഒരു ഫിഗർ ചോദിക്കാം എന്നൊക്കെ തോന്നിയാൽ അയാൾ അത് ഇടും. അപ്പൊ നമ്മൾ അതിനും കൂടെ തയ്യാറായിട്ട് വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കിപ്പോ. അപ്പൊ എല്ലാവരുടെ അടുത്തും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമാണ് കേട്ടോ. നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടോ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല. കാരണം വരച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത് നോക്കി വരയ്ക്കാൻ അല്ലെങ്കിൽ നോക്കി പഠിക്കാനുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റിൽ മൊത്തം ഈ ഒരു നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സേഫ്റ്റി, അങ്ങനത്തെ മെഷേഴ്സ്, ടൂൾസ്, അങ്ങനത്തെ ഒക്കെയാണ്. ആ ഭാഗത്തു നിന്നൊന്നും ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഇതെല്ലാം ഡ്രോയിങ് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇയറിൽ. ഇനി ഇവിടെ നമ്മൾ കുറച്ച് സിമ്പിൾസ് ഒക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ബ്രിക്കിന്റെ സിമ്പിള്, കോൺക്രീറ്റിന്റെ സിമ്പിള്, പാർട്ടീഷൻ വാളിന്റെ സിമ്പിള്, എർത്ത് വർക്കിന്റെ സിമ്പിൾ, അങ്ങനെ പറഞ്ഞ് കുറച്ചധികം സിമ്പിൾസും അതിന്റെ ഫിഗേഴ്സ് ഉണ്ട്. അപ്പം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. സപ്പോസ് ഒരു 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും പേര് തന്നിട്ട് സിമ്പിൾ വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂസ്ഡ് ആയിട്ടുണ്ടാവും. കുറെ ഫിഗേഴ്സ് വരച്ച് വരച്ച് കോൺക്രീറ്റിന്റെ സിമ്പിളും എർത്ത് വർക്കിന്റെ സിമ്പിളും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഡ് ആയിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇവിടെ ഈ വിൻഡോസിന്റെ, ഡോസിന്റെ ഒക്കെ സിമ്പിള്, ഇതൊന്നും അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് ഇവിടെ ഒത്തിരി സിമ്പിൾസ് ഉണ്ട്. കൂടുതൽ സ്ട്രെസ് ചെയ്തൊന്നും പഠിക്കേണ്ട. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ടെങ്കിലും പോകുന്നത് നിങ്ങൾക്ക് അഥവാ വന്നാൽ ഒരു നല്ലതല്ലേ. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തൊരു പോർഷൻ ഈ ലെറ്ററിങ്ങിന്റെ ഭാഗമാണ്. ഇത് ചില സമയങ്ങളിലൊക്കെ ചില സപ്ലിമെന്ററി എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരു പെർട്ടിക്കുലർ വേർഡ് തരും. ഇപ്പൊ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിനോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് അതുപോലെ അവർ പറയുന്ന സിംഗിൾ സ്ട്രോക്കോ ഡബിൾ സ്ട്രോക്കോ ഒക്കെ ആയിട്ട് ഇന്ന റേഷ്യോയിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പം ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതും വെർട്ടിക്കൽ ആയിട്ടുള്ളതും അത് ഡബിൾ സ്ട്രോക്കിലുള്ളതും സിംഗിൾ സ്ട്രോക്കിലുള്ളതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഈ ലൈൻസിന്റെ ചാപ്റ്റർ ആണ്. നമ്മൾ ഒത്തിരി ലൈൻസ് പഠിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് തിക്ക്, കണ്ടിന്യൂസ് തിന്ന്, കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ്, സിഗ്സാഗ്, ഡാഷ് തിക്ക്, ഡാഷ് തിന്ന്, ചെയിൻ തിന്ന്, ചെയിൻ തിൻ തിക്ക് ടെൻസ്, ചെയിൻ തിൻ, ചെയിൻ തിക്ക്, ചെയിൻ തിൻ ഡബിൾ ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതില് ഈ ലൈൻസ് നിങ്ങളൊന്ന് നോക്കിയിരിക്കണം. അത് നിർബന്ധമായിട്ടോ. അത് കുറച്ച് സ്ട്രെസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണേ. ഈ ലൈൻസിന്റെ ഷേപ്പും അതുപോലെ തന്നെ അതിന്റെ പേരും. ചിലപ്പം അവരൊരു 5 ലൈനൊക്കെ തന്നിട്ട് നിങ്ങളെടുത്ത് എന്താണ് ഇത് വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അറിയണം. നമുക്ക് കുറെയൊക്കെ പേര് ഇപ്പൊ കണ്ടിന്യൂസ് തിക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് തിക്കായിട്ട് വരയ്ക്കാം, നമുക്ക് മനസ്സിലാക്കാം. കണ്ടിന്യൂസ് തിൻ എന്ന് പറഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് തിന്നായിട്ട് വരയ്ക്കാം. സിഗ്സാഗ് എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ള ഓർമ്മ വേണം. ഡാഷ് എന്ന് വെച്ചാൽ ഇങ്ങനെ സ്പേസ്ഡ് വരയ്ക്കുന്നത്. അത് തിക്കഡ് ആണെങ്കിൽ ഇങ്ങനെ കട്ടി കുട്ടി വരയ്ക്കുക, തിന്നാണെങ്കിൽ കട്ടി കുറച്ച് വരയ്ക്കുക. ചെയിൻ ലൈൻ, ഇതെല്ലാം നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് തന്നിട്ട് നിങ്ങൾ അതിന്റെ ജസ്റ്റ് പേര് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ യൂസസ് ഒന്നും ഈ പ്രാക്ടിക്കലിന് അത്ര സ്ട്രെസ് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മേ ബി വൈവയ്ക്ക് ചോദിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഡയമെൻഷനിങ്ങിന്റെ ഏരിയ ആണ്. ഇതൊന്നും അങ്ങനെ എക്സാം ഓറിയന്റഡ് ആയിട്ട് വന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾ വരച്ച് ആ ഡയമെൻഷനിങ് മെത്തേഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നിട്ടുള്ളത് ഇതുവരെ കേട്ടോ. പിന്നെ നമ്മൾ ട്രയാങ്കിളും ഇതൊക്കെ വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഈ പോളിഗൺസ് വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോളിഗൺസിൽ നമ്മൾ റെഗുലർ ഹെപ്റ്റഗൺ, ഈ ഹെക്സഗൺ എന്നൊക്കെ തുടങ്ങിയിട്ട് കുറച്ചെണ്ണം ഇതിൽ പറയുന്ന കുറച്ച് മെത്തേഡ്സിൽ വരയ്ക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ. അപ്പം ഇതിൽ ചിലപ്പം ഒരു 1 2 അല്ലെങ്കിൽ ഒരു പോളിഗൺ ഒക്കെ തന്നിട്ട് അത് വരയ്ക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ പോർഷൻ ഒന്ന് നോക്കിയിട്ട് പോകണം.
പിന്നെ ഇപ്പൊ കൂട്ടത്തിൽ പറഞ്ഞതിൽ കുറച്ചും കൂടെ സ്ട്രെസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്ലെയിൻ സ്കെയിലും ഇവിടെ കൊടുത്തിട്ടുള്ള പ്ലെയിൻ സ്കെയിലും ഡയഗണൽ സ്കെയിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. പ്ലെയിൻ സ്കെയിലിന്റെ കൺസ്ട്രക്ഷനും ഡയഗണൽ സ്കെയിലിന്റെ കൺസ്ട്രക്ഷനും അത് 1-2 തവണ എക്സാമിന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഇത് മിക്കവാറും ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ തരാറുള്ളത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ക്ലാസ് റൂമിൽ. ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ബാക്കിലായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അത് പോയി എടുത്ത് കണ്ടു നോക്കാം. പ്ലെയിൻ സ്കെയിലിന്റെയും ഡയഗണൽ സ്കെയിലിന്റെയും കൺസ്ട്രക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, അത് ചോദിക്കാം. പിന്നെ പറയാനുള്ളത് ഈ ഭാഗമൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി പോയിട്ടുണ്ടാവും. ഐസോമെട്രിക് വ്യൂസ് ഒക്കെ വരയ്ക്കുന്ന മെത്തേഡുകളൊക്കെയാണ്. പിന്നെ ഇവിടെ ഈ ഒബ്ജക്ട്സ് കണ്ടോ, ഇങ്ങനെ ഒബ്ജക്ട്സ് തന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറയും ചില കേസസിൽ. ഒരു സപ്ലിമെന്ററി എക്സാം ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഇതില് ഏതെങ്കിലും ഒരു ഐസോമെട്രിക് ഫിഗർ നമുക്ക് തരും. എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മളെടുത്ത് ഇതാണ് അതിന്റെ ഫ്രണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും കാണുക, ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, അതിന്റെ സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ ഇതൊക്കെ വരയ്ക്കാൻ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പം ആ ഭാഗം നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണേ. പിന്നെ അടുത്തത് ഇവിടെ ഒന്നും നമുക്ക് വലിയ പ്രശ്നമല്ല. പിന്നെ നമ്മുടെ മേസൺട്രി, അതായത് സ്റ്റോൺ മേസൺട്രിയുടെ ഭാഗത്ത് ഈ എന്താണ് ആഷ്ലാർ മേസൺട്രി, അതുപോലെ തന്നെ നമ്മുടെ റാൻഡം റബിൾ മേസൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരില്ലേ, ഇവരെയും നിങ്ങളൊന്ന് നോക്കിയേക്കണം. ഇവരങ്ങനെ ഇതുവരെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. പിന്നെ സ്റ്റോൺ ജോയിന്റുകളും ഏതെങ്കിലും പെർട്ടിക്കുലർ ജോയിന്റ് എടുത്തിട്ട് വരയ്ക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾ വരയ്ക്കണം. പിന്നെ പ്രാക്ടിക്കൽ എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതലും അതിന്റെ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടോ. നിങ്ങൾ ഈ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഫിഗർ നോക്കി അങ്ങനെ വരച്ചു പോയിരിക്കും ഷീറ്റിലൊക്കെ. അങ്ങനെ ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ നോക്കണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അളവുകൾ ഈ ചിത്രത്തിൽ അത് ഏത് അളവാന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ഭാഗത്തിന് പറയുന്ന പേരെന്താന്നുള്ളത് മനസ്സിലാക്കണം. എക്സാമിന് നമുക്ക് ഇങ്ങനെ ഫിഗർ ഒന്നും തരത്തില്ല കേട്ടോ. ഇതായിരിക്കും ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും തരാം. അതിൽ കുറച്ച് അളവുകളും ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ അത് എന്താണ് സാധനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് വേണം. അതിന് നിങ്ങൾ ക്വസ്റ്റ്യനും ഫിഗറും കമ്പൈൻ ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ബ്രിക്ക് ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ എക്സ്പീരിയൻസിൽ ഒരു 4-5 വർഷമായിട്ട് വന്നിട്ടേ ഇല്ല. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഇതിൽ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട് അതാണ് മെയിൻ ആൾക്കാർ. അപ്പൊ ഇംഗ്ലീഷ് ബോണ്ടിൽ തന്നെ 1 ബ്രിക്ക് വാള്, 1.5 ബ്രിക്ക് വാള്, അതുപോലെ തന്നെ അതിൽ 2 ബ്രിക്ക് വാള് ഇത്. പിന്നെ അതുപോലെ ഫ്ലെമിഷ് ബോണ്ടിലും സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്. അതിൽ തന്നെ 1.5 ഒക്കെ ആയിട്ട് മാറി മാറി ചോദിക്കാറുണ്ട് എല്ലാ പരീക്ഷകൾക്കും. അപ്പം ഇത് നിങ്ങൾ എന്തായാലും ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകാനേ പാടില്ല. ഈ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട് എന്നുള്ള കൺസെപ്റ്റ് അതിലേത് വേണമെങ്കിലും ചോദിക്കാം. അവർ ഓഡ് കോഴ്സ് വരയ്ക്കാൻ പറയും, ഈവൻ കോഴ്സ് വരയ്ക്കാൻ പറയും, എലിവേഷൻ വരയ്ക്കാൻ പറയും. ചില കേസിൽ ഓഡ് കോഴ്സ് ഈവൻ കോഴ്സ് മാത്രം വരയ്ക്കാൻ പറയും. ഒരു 40 മാർക്കിനോ 50 മാർക്കിനോ ഒക്കെ ആയിട്ട് ഇത് വരാറുണ്ട് കേട്ടോ. അപ്പം ഇത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ എക്സാം ഹാളിന്റെ ഉള്ളിലേക്ക് കയറരുത്. ഇതൊക്കെ നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ അത് ഭയങ്കര സിമ്പിളാണ്, നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വരച്ച് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതിൽ എവിടെയാ കിട്ടാത്തതെന്നൊക്കെ ഓർമ്മ വരിക. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് അതിൽ തന്നെ നമ്മുടെ എന്താണ് സ്ട്രെച്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട് ഇവരൊക്കെ നോക്കി പോണം കേട്ടോ. ഡയഗണൽ ബോണ്ട്സ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. വരില്ല നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പിന്നെ ഈ ബ്രിക്ക് ബോണ്ടുകൾ, അതായത് വാൾസ്, ജംഗ്ഷൻസ്, വാൾസ്, പിയേഴ്സ് ഇവരൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ. വരില്ല നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഉള്ളത് ഇവിടെ കണ്ടു, ഒരു കോമ്പോസിറ്റ് മേസൺട്രി 2 എണ്ണം മിക്സ് ആയിട്ടുള്ള ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോക്കോ. ചിലപ്പം എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് കോപ്പിങ്ങുകളും നോക്കിയാൽ മതി ജസ്റ്റ്. അതൊന്നും ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബ്രിക്ക് ബോണ്ടുകളും അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഫൗണ്ടേഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ. ഇതിലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും തരാം. അപ്പൊ നമുക്ക് ഒരു കോളം, സിംഗിൾ കോളം ഫൂട്ടിംഗ് തന്നെ നമുക്ക് ഇതായിരിക്കും ക്വസ്റ്റ്യൻ തരാം. ഇത് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് വരയ്ക്കേണ്ടി വരും, ഈ സാധനം വരയ്ക്കേണ്ടി വരും. അപ്പം ഇതിലുള്ള എന്തൊക്കെ ഭാഗങ്ങളാണ്, ഇപ്പൊ നിങ്ങൾക്കത് ബേസ്മെന്റിന്റെ ഹൈറ്റ് എന്നായിരിക്കും ചിലപ്പോൾ ഇവിടെ 200 mm തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബ്രിക്ക് പില്ലറിന്റെ സൈസ് 200 തന്നിട്ടുണ്ട്. അപ്പൊ ബ്രിക്ക് പില്ലർ എന്താണെന്ന് അറിയണം, അത് എവിടെയാണ് നമ്മൾ കാണുക എന്നുള്ളത് അറിയണം. അപ്പം ഇതാണ് പ്ലാനിലുള്ള ബ്രിക്ക് പില്ലർ, ഇതാണ് എലിവേഷനിലുള്ള ബ്രിക്ക് പില്ലർ. അപ്പൊ ഇതിന്റെ സൈസ് ആണ് 200 mm നമുക്ക് അറിയണമെങ്കിൽ ഇതിന്റെ പാർട്സിന്റെ പേരൊക്കെ നമുക്ക് അറിയണം. അപ്പൊ ഇതിൽ എല്ലാ ഫൂട്ടിങ്സും ഈ കൊടുത്തിട്ടുള്ള സിംഗിൾ കോളം, സ്റ്റെപ്പ്ഡ്, സ്ലോപ്പ്ഡ്, അതുപോലെ തന്നെ കമ്പൈൻഡ് റെക്ടാങ്കുലർ ഫൂട്ടിങ്, ഇപ്പുറത്തുള്ള ട്രപ്പീസോയിഡല്,
റാഫ്റ്റ് ഫൗണ്ടേഷൻ, സ്ട്രാപ്പ് ഫൂട്ടിങ്, അതുപോലെ തന്നെ ഇതൊരു തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് വാൾ ഫൂട്ടിങ്. ആൻഡ് ഇതും എക്സാമിന് ഈയിടെ 1-2 വർഷങ്ങൾക്കുള്ളിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പ്രെഡ് ഫൂട്ടിങ് വരയ്ക്കാൻ വേണ്ടി പറയും. സ്പ്രെഡ് ഫൂട്ടിങ് ഫോർ എ വാളിനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്നിട്ട് ഈ അളവുകളൊക്കെ തന്നിട്ടുണ്ടാവും. അത് ഇതാണ് സാധനം എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഇതിലുള്ള ഈ തന്നിരിക്കുന്ന അളവുകളൊക്കെ ഇതിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോഴേ ഇത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഫൗണ്ടേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കാണ്ട് നിങ്ങൾ പോകരുത് എക്സാം ഹോളിക്ക് കേട്ടോ. പിന്നെ പൈൽ ഫൗണ്ടേഷനും ഈ കാര്യങ്ങളൊന്നും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഈ ഭാഗത്തു നിന്നൊന്നും അങ്ങനെ നമ്മൾ സ്കഫോൾഡിങ്, ഷോറിങ് ഇതൊക്കെ തിയറിയിലാണ് കൂടുതലും ഇതിന്റെയൊക്കെ ഫിഗർ തന്നിട്ട് വരയ്ക്കാനൊക്കെ ചോദിക്കാറുള്ളത്. നമ്മുടെ ഫോം വർക്കുകൾ. പിന്നെ ഉള്ളത് ഈ ഒരു ഡാം പ്രൂഫിംഗ് മെത്തേഡ്സ് ആണ് കേട്ടോ. ഇവിടെ ഉള്ള ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിലെ മെത്തേഡ്സ്, ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോണേ. കാരണം ഇത് ചിലപ്പം ചോദിക്കാം. ഏതോ ഒരു കുറച്ച് വർഷം മുമ്പ് സെമിസ്റ്റർ വൈസ് എക്സാം ഒക്കെ നടന്ന കാലത്ത് ഇന്ന് 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിലൊന്നുമല്ല, നിങ്ങൾക്ക് ഈ DPCക്കാണ് ഇമ്പോർട്ടൻറ്റ് തൈ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഡാം പ്രൂഫിംഗ് കോഴ്സ് ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാ കേട്ടോ. അതുപോലെ തന്നെ ഇത് ടെറസിലുള്ള ഡാം പ്രൂഫിംഗ് മെത്തേഡ്സ് ആണ്. ഇതും ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, അടുത്തത് ഞാൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ആർച്ചസ്. ആർച്ചസും നിങ്ങൾ പഠിക്കാണ്ട് പോവുകയും ചെയ്യരുത്. അപ്പൊ പറഞ്ഞതിൽ 3 എണ്ണമാണ്. ഫസ്റ്റ് നമ്മൾ ബ്രിക്ക് ബോണ്ട് പറഞ്ഞു, പിന്നെ ഫൗണ്ടേഷൻ പറഞ്ഞു, പിന്നെ ഇപ്പൊ ആർച്ചസും എല്ലാ വർഷങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട്, കഴിഞ്ഞ വർഷം എന്തോ ചോദിച്ചില്ലാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. അപ്പം എപ്പോഴും അധികം വരുന്ന അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ആർച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ആർച്ചസിന്റെ ചാപ്റ്ററിൽ നമ്മുടെ ഫ്ലാറ്റ് ആർച്ച്, സെമി സർക്കുലർ ആർച്ച് ഒക്കെ എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് ആർച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പാർട്സും കൂടെ പഠിച്ചു വെക്കണം. ഇപ്പൊ ഇത് ഇൻട്രാഡോസ് ആണ്, ഇത് എക്സ്ട്രാഡോസ് ആണ്, സോഫിറ്റ് ആണ്, അതിന്റെ റൈസ് ആണ്, ഇത് ഇതിന്റെ സ്പാൻ ആണ്, അബട്ട്മെന്റ്, പിയർ, ഇങ്ങനെ കുറെ സാധനങ്ങളല്ല, വൗസിയേഴ്സ്, കീ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാർട്സും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഞാൻ ഒരു തവണ എക്സാമിന് വന്നത് സെമി സർക്കുലർ ആർച്ച് വരച്ചിട്ട് അതിന്റെ പാർട്സ് മാർക്ക് ചെയ്യാം. അപ്പൊ പാർട്സ് മാർക്ക് ചെയ്യുമ്പോൾ ആ മാർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം കേട്ടോ. ആർച്ച്, സെമി സർക്കുലർ ആർച്ച് അളവുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതും ഇങ്ങനെയായിരിക്കും, ഡ്രോ ദ എലിവേഷൻ ഓഫ് എ സെമി സർക്കുലർ ആർച്ച്, എന്നിട്ട് ഈ ഡീറ്റെയിൽസ് തരും. അപ്പൊ അത് വെച്ചിട്ട് വേണ്ടി വരും നമ്മളിത് വരയ്ക്കാൻ. എല്ലാ ആർച്ചസും വരയ്ക്കുന്ന വീഡിയോ ഞാൻ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം കേട്ടോ. സെഗ്മെന്റൽ ആർച്ച്, നമ്മുടെ 3 സെന്റേർഡ് ആർച്ച്, 5 സെന്റേർഡ് ആർച്ച്, 2 സെന്റേർഡ് ആർച്ച്, ഇത്ര ആർച്ചസേ ഉള്ളൂ. അപ്പൊ ഈ ആർച്ചസ് നിർബന്ധമായിട്ടും വരയ്ക്കാൻ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിൽ പോകാൻ. അടുത്തത് ലിൻഡൽ ആണ്. ലിൻഡലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന്റെ സ്പാൻ തന്നിട്ടുണ്ടാവും, ബിയറിംഗ് തന്നിട്ടുണ്ടാവും, ഡെപ്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ എലിവേഷനും അതിന്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് വരയ്ക്കാനുള്ളത്. ചുറ്റുള്ള വോളൊക്കെ പിന്നെ നമ്മുടെ ചോയ്സ് ആണ്, അതൊക്കെ എത്ര വലുപ്പത്തിൽ വരയ്ക്കണം എന്നൊക്കെയുള്ളത്. ഇതിന്റെ ഉള്ളിൽ കാണുന്ന സാധനമാണ് നമ്മൾ ഇമ്പോർട്ടന്റ്. ഇത് മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഇപ്പൊ വുഡിന്റെ ലിൻഡല്, അല്ലെങ്കിൽ ബ്രിക്കിന്റെ ലിൻഡല്, സ്റ്റോൺ ലിൻഡൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മെറ്റീരിയലിന്റെ സിമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. പിന്നെ ഇത് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. കാരണം ലിൻഡലും നമ്മുടെ ചജയും കൂടെ ഭാഗമായിട്ടുള്ള, അതായത് സൺഷെയ്ഡ് പോലെ ചജ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് അറിയാം. അപ്പൊ വിൻഡോയുടെ മേലെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ലിൻഡലിന്റെ ഒരു ക്രോസ് സെക്ഷൻ, പിന്നെ ചജയുടെ ഒരു ക്രോസ് സെക്ഷൻ. ഇതും നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അതിന്റെ അളവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സർവേ ടൂൾസ് ഒക്കെയാണ്. ഇതൊന്നും അങ്ങനെ വരയ്ക്കാനൊന്നും വരാറില്ല, കാരണം പ്രാക്ടിക്കലിന് വരുന്നതാണെങ്കിൽ. പിന്നെ ഇതിലുള്ളത് സർവേയുടെ ടോപ്പിക് ആണ്. സർവേയുടെ ടോപ്പിക് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് ഡ്രോയിങ്സ് മാത്രം നോക്കി പോവാം കേട്ടോ. അടുത്തത് നമ്മുടെ കാർപ്പൻട്രി ജോയിന്റുകളാണ്. കാർപ്പൻട്രി ജോയിന്റ് സിവിൽ എക്സാമിന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരു തവണ ഞാനിത് നമ്മുടെ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ടല്ലോ, അവരുടെ എക്സാമിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതില് ചില ജോയിന്റുകൾ തന്നിട്ട് അത് വരയ്ക്കാൻ വേണ്ടി, ഇപ്പൊ ടേബിൾഡ് ജോയിന്റ് തന്നിട്ട് അത് വരയ്ക്കാന്, അതുപോലെ തന്നെ ഫിഷ്ഡ് ജോയിന്റ് വരയ്ക്കാന്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ ലെങ്തനിങ് ജോയിന്റ്സ് ഉണ്ട്, വൈഡനിങ് ജോയിന്റ്സ് ഉണ്ട്, 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുന്ന ആംഗിൾ ജോയിന്റ്സ് ഉണ്ട്, ഏതെങ്കിലും ആംഗിളിൽ മീറ്റ് ചെയ്യുന്ന ബിയറിംഗ് ജോയിന്റ്സ് ഉണ്ട്, അങ്ങനത്തെ ജോയിന്റുകൾ ഉണ്ട്. ഇതൊന്നും നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും ഇതും അതുപോലെ തന്നെ നമ്മുടെ വൈഡനിങ്ങും ലെങ്തനിങ്ങും ഈ ഭാഗമൊക്കെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാ വരാന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത ഭാഗമാണ് നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഡോർസിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ പാനൽഡ് ഡോർ. പാനൽ ഡോറിന്റെ 2 സെക്ഷൻസ്, വെർട്ടിക്കലി കട്ട് ചെയ്തിട്ടുള്ള സെക്ഷൻ, ഹൊറിസോണ്ടലി കട്ട് ചെയ്തിട്ടുള്ള സെക്ഷൻ. ഇതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പം ഇത് നിങ്ങൾ പഠിക്കണം. സെയിം ടൈം ഈ ഹാഫ് ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഡോർ, ഹാഫ് ഗ്ലേസ്ഡും താഴെ പാനൽഡും ആയിട്ടുള്ള ഈ ഡോറ്. പിന്നെ ഉള്ളത് അതിന്റെ പോലെ തന്നെ വിൻഡോസും, പാനൽഡ് വിൻഡോ, ഗ്ലേസ്ഡ് വിൻഡോ, ഒരു വെന്റിലേറ്ററിന്റെ ഫിഗറും ഉണ്ട്. ഇതും 3 നിങ്ങൾ നോക്കിയിരിക്കണം. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത്
പിന്നെ ഫ്ലോർ ഉണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക്. ഫ്ലോറിൽ നിങ്ങൾ ഈ ഫ്ലോറൊക്കെ ഒന്ന് നോക്കിയേക്കണേ. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫിഗേഴ്സ്, അതുപോലെ തന്നെ വുഡൻ ഫ്ലോർ ഒന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആയതുകൊണ്ട്. പിന്നെ അടുത്ത ഭാഗം നമ്മുടെ സ്റ്റെയർ, വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ ആദ്യം പറഞ്ഞ ബ്രിക്ക് ബോണ്ട്, പിന്നെ പറഞ്ഞ ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞ് ആർച്ച് ലിന്റല്, നെക്സ്റ്റ് നമ്മുടെ സ്റ്റെയറും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ റെയർ ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്റെ എക്സ്പീരിയൻസിൽ. അപ്പൊ സ്റ്റെയർ കുറച്ചും കൂടി സ്ട്രെസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അതിൽ സ്ട്രെയിറ്റ് സ്റ്റെയർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്വാർട്ടർ ടേൺ സ്റ്റെയർ, അതുപോലെ ബിഫർക്കേറ്റഡ് സ്റ്റെയർ, പിന്നെ ഈ സ്റ്റെയർ 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ. ആൻഡ് മച്ച് മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് ഈ ഓപ്പൺ നിവൽ സ്റ്റെയർ. ഓപ്പൺ നിവൽ സ്റ്റെയർ ഇങ്ങനെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉള്ള സ്റ്റെയർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് നമ്മുടെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേട്ടോ. അപ്പൊ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണ് ഇതുവരെ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. മറ്റുള്ളതും ചോദിക്കാം, പക്ഷെ ഇത് നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഈ അളവുകളായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ പ്ലാനും എലിവേഷനും വരയ്ക്കണം. അപ്പൊ എത്ര ത്രെഡ് ഉണ്ട്, എത്ര റൈസ് ഉണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ കണ്ടെത്തേണ്ടി വരും. അതിന്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഭാഗമാണ് നമ്മുടെ റൂഫ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ റൂഫിന്റെ ചാപ്റ്റർ ഒരുപാട് പേരിന്റെ അടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യാം കേട്ടോ. റൂഫിന്റെ ഓരോന്നിന്റെ വീഡിയോ തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട റൂഫുകൾ, ഇതെല്ലാം ബേസിക് റൂഫ്സ് ആണ്, ഇത് നിങ്ങൾ പഠിക്കണം. പക്ഷെ നിങ്ങൾ മോർ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു 2 റൂഫ് ട്രസ്സുകൾ ഉണ്ട്. അതാണ് ഒന്ന് നമ്മുടെ കിങ് പോസ്റ്റ് ട്രസ്സും മറ്റൊന്ന് നമ്മുടെ ക്യൂൻ പോസ്റ്റ് ട്രസ്സും കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിന്റെ അളവുകൾ നോക്കി ഇങ്ങനെ വലിയൊരു സംഭവമാണ്. ഇതിങ്ങനെ എല്ലാം തന്നിട്ടുണ്ടാവും, പെറുക്കി പെറുക്കി തരും. നമ്മൾ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ട്രസ് വരയ്ക്കാൻ കേട്ടോ. ഇതൊന്നും വരയ്ക്കണ്ട, ഇതൊക്കെ ജസ്റ്റ് ഇതിന്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കുറച്ചും കൂടി എൻലാർജ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ് നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ കിങ് പോസ്റ്റ് ട്രസ് ആൻഡ് ഇത് നമ്മുടെ ക്യൂൻ പോസ്റ്റ് ട്രസ്. ഇത് ഈ ഭാഗത്തേക്കും കൂടെ ഇതുപോലെ സിമെട്രിക് ആയിട്ട്, ഈ ഭാഗം ഉള്ളതുപോലെ തന്നെ ഈ ഭാഗത്ത് സിമെട്രിക് ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾ ഫിനിഷ് ചെയ്ത് വരയ്ക്കണം കേട്ടോ. അപ്പൊ അത്രയാണ് റൂഫിന്റെ ചാപ്റ്റർ ഉള്ളത്. പിന്നെ വരുന്നത് മൊത്തം നമ്മുടെ സർവേ ചാപ്റ്റർ ആണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രോയിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സാധനങ്ങളാണ് ബ്രിക്ക് ബോണ്ടുകൾ. അതിൽ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ടും, അതിന്റെ ഏത് ടൈപ്പും, 1 ബ്രിക്ക് വാൾ, 1.5 ഏതും വരാം. പിന്നെ നെക്സ്റ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ആർച്ച് ലിന്റൽ, അതിൽ ആർച്ച് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് സ്റ്റെയർ, പിന്നെ നമ്മുടെ റൂഫ്, ഫ്ലോറ്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചാൽ ഏകദേശം നമുക്ക് പാസ്സാവാനുള്ള ഒരു മാർക്കും ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ ഉള്ളത് സർവേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സർവേയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതിന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു ടോപ്പിക്കാണ് ഇത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പ്രാക്ടിക്കൽ എക്സാമിന് വന്നൊരു പോർഷൻ ആണ് ഇത്. നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള അളവുകളാണ് അവർ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഫിഗർ കണ്ടോ, ആ ബിൽഡിങ്ങിന്റെ ക്രോസ് സെക്ഷൻ നമ്മുടെ ഏറ്റവും താഴെ ഫൗണ്ടേഷൻ മുതൽ ഏറ്റവും ടോപ്പിൽ കോപ്പിംഗ് വരെ കൊടുക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ പോർഷൻ ആണ് ബിൽഡിങ്ങിന്റെ. എല്ലാ പാർട്സും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പൊ മാക്സിമം അളവുകൾ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇല്ലാത്ത അളവുകളൊക്കെ നമ്മളത് അസ്യൂം ചെയ്ത് വരയ്ക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന്. ഇത് അന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഏത് പോർഷൻ വേണമെങ്കിലും വരാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കും കൂടെ ഇതിന്റെ ഇടയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണേ. നമ്മുടെ ബിൽഡിംഗ് ക്രോസ് സെക്ഷൻ താഴെ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ മുതൽ ഏറ്റവും ടോപ്പിൽ കോപ്പിംഗ് വരെ, അതിന്റെ ഇടയ്ക്ക് വിൻഡോ വന്നിട്ടുണ്ട്, ഫ്ലോർ സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, സൺഷെയ്ഡ് ഉണ്ട്, നമ്മുടെ റൂഫ് ഉണ്ട്, ഫ്രീസ് കോഴ്സ്, കോർണിസ്, അങ്ങനെ കുറെ എലമെന്റ്സ് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. അപ്പൊ ഇതും നിങ്ങൾ ആ കൂട്ടത്തിൽ ഒന്ന് പഠിച്ചു പോകണം. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു പോവാ. ജസ്റ്റ് പാസ്സായാൽ മതി അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് 250 മാർക്കിനാണ് പ്രാക്ടിക്കൽ എക്സാം. ഒരിക്കലും അവർ 250 മാർക്കൊക്കെ ഇടുക എന്നുള്ളത് വളരെ റെയർ ആണ്. അപ്പൊ നമ്മൾ 200+ പിടിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയി പോയാൽ തന്നെ നമുക്കൊരു 200+ മാർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡ്രോയിങ് ആണ്, നമ്മൾ തിയറി പഠിക്കുന്ന പോലെ ഇങ്ങനെ ചുമ്മാ ബുക്ക് മറിച്ച് വിടരുത്, അത് വരച്ച് തന്നെ പഠിക്കണം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ബാക്കി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വഴിയെ വരുന്നതാണ് കേട്ടോ.